ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ആർട്ട് പാലറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു തമിഴിൽ കണ്ടപ്പോൾ തന്നെ പിടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹിന്ദിയുടെ എക്സാമും മലയാളം ഫസ്റ്റിന്റെ എക്സാമും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തമിഴിൽ കണ്ട പോലെ തന്നെ ഹിന്ദിയുടെ ആൻസർ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഹിന്ദി എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞ സ്റ്റഡി ടിപ്സിൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നു, ഡയറിയുടെ ഫോർമാറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പഡ്ഗതയുടെ ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹിന്ദിയുടെ സ്റ്റഡി ബ്ലോഗിൽ കേട്ടോ. അപ്പോൾ ബാത്ത് ഷീറ്റും ഉണ്ടായിരുന്നു, കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പഡ്ഗത തിരക്കഥയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, ഞാൻ നിങ്ങൾക്കത് കാട്ടി തന്നാണല്ലോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ കണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരും എന്ന്. ഞാനൊരു ഊഹത്തിലാണ് എല്ലാവരും കാട്ടി തന്നിട്ടുണ്ടായിരുന്നത്. പത്രമൊക്കെ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ റിയലി സർപ്രൈസ് ആയി പോയി. എന്താ പറയുക, ഡയറിയും ബാത്ത് ഷീറ്റും പത്കഥയും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട് പറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്കതൊന്നും നോക്കി പഠിക്കാൻ പറ്റിയെങ്കിൽ അത് പറ്റി. പിന്നെ എനിക്കാണെങ്കിൽ ഞാനിത് പറഞ്ഞു തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഹിന്ദിയുടെ ഈ ഒരു പേപ്പർ ഇതേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേപ്പർ. അപ്പോൾ എനിക്കറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ എഴുതിയ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഗൈസ്, ഹിന്ദി എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഹിന്ദിയും മലയാളം ഫസ്റ്റും ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആണ് ഹിന്ദി എന്ന് പറയുന്നത്. ഹിന്ദി ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയാൻ പറ്റും. തും പ്ലസ് കാ തുമാര, അതായിരിക്കും ആൻസർ എന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര സിമ്പിളായിരുന്നു. സെക്കൻഡ് ആൻസർ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. തേർഡ് പഡ്ഗത അല്ലെങ്കിൽ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡയറിയാണ് എഴുതിയത്. കാരണം വേറൊന്നുമല്ല, 1.25 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ എഴുതി തീർക്കാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് കിട്ടുകയാണെങ്കിൽ പഡ്ഗത എഴുതാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പഡ്ഗത എഴുതിയില്ല, ഞാൻ ഡയറിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഓർ ക്വസ്റ്റിനിൽ. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ആദ്യത്തെ ആൻസറാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ക എന്നുള്ള ആൻസറാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആണോ എന്ന്. പിന്നെ അഞ്ചാമത്തെ ആൻസർ ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ ഒക്കെ ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഗർ എന്നുള്ള ചാപ്റ്റർ ഇല്ലേ, നമ്മുടെ ചിപ്കലിയുടെ ഫർഹാദിന്റെ ഒക്കെ ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്നൊക്കെ വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു ചാപ്റ്റർ എനിക്ക് അറിയാം, അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ എഴുതിയതായിരുന്നു. അപ്പോൾ അഞ്ചാമത്തെ എഴുതി. ആറാമത്തെ ബാത്ചീത്ത് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കുത്തൊക്കെ ഇട്ട് ബാത്ചീത്ത് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാത്ചീത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഏകദേശം ഭയങ്കര സിമ്പിളായിട്ടാണ് ബാത്ചീത്ത്. നമ്മുടെ ചിപ്കലിയും ദോസ്തും കൂടെയുള്ള ബാത്ചീത്തായിരുന്നു. അപ്പോൾ അതങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഗൈസ്, 7ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് മൗണ്ട് ബേട്ടൻ കി പത്നി തയ്യാരി കരേഗി എന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ആൻസർ ആയിട്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ എഴുതിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. പിന്നെ 9ാമത്തെ അഥവാ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ലഘുരേഖ ആയിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പത്രം എഴുതാനായിട്ട് ടൈം കിട്ടിയില്ല. പത്രം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അത് പറയാൻ വിട്ടുപോയി. പത്രം ഉണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല കേട്ടോ പത്രൻ്റെ കാര്യം. അപ്പോൾ 1.25 മണിക്കൂർ കൊണ്ട് എഴുതാന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്രം എഴുതാൻ നിന്നില്ല. ഞാൻ പാടുള്ളത് വിട്ടിട്ട് എളുപ്പം ലഘുരേഖയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ലേഖ കേട്ടോ. അപ്പോൾ അത് എൻ്റെ രീതിക്ക് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ 4 പോയിന്റ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എഴുതി. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ സഹി ബാക്കി ചുൻകർ ലിഖയാണ്. ആ ഒരു സഹി ബാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ എഴുതിയത് സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു. അതെനിക്ക് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. 12ാമത്തെ ക്വസ്റ്റ്യൻ അഥവാ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 പോസ്റ്റേഴ്സ് ആയിരുന്നു. എനിക്ക് ഇത്തിരി മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസംബർ 29 പെലെയുടെ മരിച്ച ദിവസമാണ്, മൃത്യു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിൽ എന്താ പറയാ, ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ഥലം വിട്ടിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ടൈം കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു. കാരണം നമുക്ക് ടോപ്പ് സ്കോറുള്ള എന്ന് വെച്ചാൽ 5 മാർക്ക് 6 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടായാലും ഈ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ എഴുതിയാൽ മതി എന്നുള്ള ഒരു
തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അങ്ങനെ എഴുതി. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാനെടുത്ത് എഴുതിയത് ആദ്യത്തെ 2 വരിയാണ്. എനിക്ക് തോന്നിയത് അതാണെന്നാണ്. കഷ്ട, അഥവാ ദുഃഖ, സന്താപ് അത് വരില്ല. പിന്നെ ആണെങ്കിൽ മറ്റേ ഏഷ്യ, യൂറോപ്പ് കീ അതൊക്കെ ഒന്നാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ 2 വരെയാണ് എടുത്ത് എഴുതിയത് കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അതൊക്കെ തന്നെയാണ് എടുത്ത് എഴുതിയത്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ കവിതാക്ക ആശയാണ്. ആശയം എന്ന് പറയുമില്ലേ ഗൈസ്, എനിക്ക് ഞാനത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനജനത ചെഹ്റായിക്കിന്റെ ആശയം. കാരണം വേറെ ഒന്നുമല്ല, ടീച്ചർ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നന്നായിട്ട് പഠിച്ച് വെച്ചോ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതിയത് ലാസ്റ്റത്തെ ഓപ്ഷനാണ്, എന്ന് വെച്ചാൽ 4ാമത്തെ ഓപ്ഷനാണ്. എനിക്കത് മനസ്സിലായില്ല. എന്തായാലും 3ാമത്തെ ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാല് കണ്ടോ, ഇത്രയും വരികളില് 3ാമത്തെ വരി എന്തായാലും സഹിയാണ്, എന്ന് വെച്ചാല് ഇതായിട്ടുള്ള കാര്യമാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. ബാക്കി എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതൊന്നും വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാക്യ പിരമിഡാണ്. അത് ഞാൻ എൻ്റെ രീതിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ശൈലം കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിവിടെ എഴുതി വെക്കും കേട്ടോ. ഈ ഒരു എന്താ പറയാ, ഇത് കിട്ടുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ കിട്ടുമല്ലോ, ആ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഞാൻ ഇത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര വലിയ പാരഗ്രാഫ് ഒന്നും ഫില്ല് ചെയ്യാറില്ല, ലാസ്റ്റത്തെ പാരഗ്രാഫ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ചെയ്തു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. എനിക്ക് ടൈം മാനേജ്മെന്റ് ഇത്തിരി ശരിയായിട്ടുണ്ടായിരുന്നില്ല, ബാക്കി ഓക്കെ ആയിരുന്നു കേട്ടോ. ടൈം മാനേജ്മെന്റ് ഞാൻ ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമിൽ എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റി. സോ ദാറ്റ്സ് വൈ സോ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് ടോട്ടൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാം. എനിക്ക് എത്രയെന്ന് അറിയൂല, കാരണം 1 വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഐഡിയ ഇല്ല. എനിക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും ഉറപ്പാണ്, പക്ഷേ 1 വേർഡ്സ് എനിക്ക് ഇത്തിരി ഡൗട്ടൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ തന്നെ, എന്ന് വെച്ചാൽ പാരഗ്രാഫോ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ തന്നെ അതിൽ മേ, പെർ, വേ, ഏ അതൊക്കെ ചേർക്കണമല്ലോ. അതിൽ ഇത്തിരി മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടാവും. ബാക്കി ഫുൾ സെറ്റപ്പാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫുൾ സെറ്റാണെന്ന് എനിക്ക് പറയാം കേട്ടോ. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മലയാളം ഫസ്റ്റിൻ്റെ ആൻസർ ഡിസ്കഷനായിട്ട് വരാം. അപ്പോൾ അറബി പാടായിരുന്നു എന്ന് തോന്നുന്നു. കുറേ പേര് പറഞ്ഞിരുന്നു എൻ്റെ സ്കൂളിലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അറബിയാണ്. അപ്പോൾ അവളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബി പാടായിരുന്നു എന്ന്. സംസ്കൃതം കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മലയാളം ഫസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ ശരിക്കും ഈ ഒരു ഹിന്ദി എഴുതാൻ എടുത്തത് വെറും 3 പേപ്പറാണ്. 3 പേപ്പർ തന്നെയാണ് മലയാളം ഫസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.